അയ്യോ വണക്കം. നാളെയാണ് ജൂലൈ 20 എന്ന് പറയുന്ന ദിവസം നാളെയാണ്. അതെന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോനം വാങ്ചുക്കിൻ്റെ ആ പ്രൊട്ടസ്റ്റുകാരും നാളെയാണ് നമ്മുടെ പാർലമെൻറ്റിലേക്ക് വലിയൊരു മാർച്ച് വെച്ചിരിക്കുന്നത്. ആ മാർച്ചിൽ ഒരു ബഹുജന പങ്കാളിത്തം, അതായത് വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരിക്കും, അത് വലിയ രീതിയിലുള്ള ഒരു മാർച്ചായിരിക്കും അത്. ആ മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 5.5-6-7 കിലോമീറ്ററെങ്കിലും ദൂരമുള്ള ഒരു ജനസഞ്ചയം അതിൽ വന്ന് അടിഞ്ഞു കൂടും എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും പക്കോടയും കഴിച്ച് സോനം വാങ്ചുക്കിൻ്റെ അടുത്തിരുന്ന് ഈ കളവൻ്റെ പുക എന്നെങ്കിലും കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്ന് ആ കളവൻ ചാവുമ്പോൾ രക്തം ഊറ്റി കുടിച്ച് ഒരു കലാപമൊക്കെ ഉണ്ടാക്കി നൈസായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാം. കെജ്രിവാളിൻ്റെ അതേ ടെക്നിക്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കെജ്രിവാളിൻ്റെ ആ ടെക്നിക്ക് ഉണ്ടല്ലോ. കെജ്രിവാൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? കെജ്രിവാളിൻ്റെ ദേഹത്തും മഷി എറിഞ്ഞിട്ടുണ്ട്, കെജ്രിവാൾ കരഞ്ഞിട്ടുണ്ട്, കെജ്രിവാളിനും അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കെജ്രിവാൾ അണ്ണാ ഹസാരെ ഊറ്റി വളർന്നു വന്നത്. അങ്ങനെ അണ്ണാ ഹസാരെ ഊറ്റി വളർന്നു വന്നിട്ട് കെജ്രിവാൾ എന്ത് ചെയ്തു? AAP എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി. അവസാനം അടിച്ച് പുറത്താക്കി ജനങ്ങൾ തന്നെ. അങ്ങനെയാണ് നമ്മുടെ അഭിജിത്ത് ദീപ്കയും നമ്മുടെ സോനം വാങ്ചുക്കിനെ ഊറ്റി വരാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് കാര്യം. കാരണം സോനം വാങ്ചുക്കിനെ വെള്ള തുണി പതിഞ്ഞ് തട്ടിത്തോളി കയറ്റി എടുത്തുകൊണ്ട് പോയല്ലോ. അപ്പോൾ എടുത്തുകൊണ്ട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ മാപ്രകളും കേരളത്തിലെ ചില സിനിമാ നടന്മാരും നടിമാരും പറയുന്നത് ഇത് ഭരണകൂട ഭീകരതയാണ് എന്നാണ് പറയുന്നത്. ഈ അണ്ണാ ഹസാരെ അവിടെ സമരത്തിന് കിടന്നപ്പോൾ ഉണ്ടല്ലോ, അണ്ണാ ഹസാരെ സമരത്തിന് കിടന്നപ്പം വാ തുറക്കുന്നേ ഞാൻ കണ്ടിട്ടില്ല. തിന്നാനും കള്ളം പറയാനുമാണ് വാ തുറക്കുന്നതെന്ന് പ്രതിപക്ഷം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശത്രുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉള്ളതാ കള്ളോ? എന്തായാലും വാ തുറക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. മൻമോഹൻ സിംഗ് ആ സമയത്ത് പറഞ്ഞത് ഇയാൾ CIAയുടെ ഏജൻറ്റാണ്. ആര്? അണ്ണാ ഹസാരെ. അന്നത് വില പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അണ്ണാ ഹസാരെയുടെ സമരം വിജയിക്കാനുള്ള ഒരു കാര്യവും അന്ന് ഭരിച്ച് മുട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു മരുന്നുള്ളത് കൊണ്ടാണ്. രാജ്യത്തൊന്നുമില്ല. എവിടെ നോക്കിയാലും ബോംബ് ബ്ലാസ്റ്റ്, എവിടെ നോക്കിയാലും അഴിമതി, എവിടെ നോക്കിയാലും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, എവിടെ നോക്കിയാലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അതന്ന് ഭയങ്കരമായിട്ട് വിജയിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവർക്ക് ഈ മഴകാത്തിരുന്ന വേഴാമ്പലിനെ പോലെ ഒരു നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ലീക്ക് വന്ന് കിട്ടിയത്. അങ്ങനെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറും എടുത്തു വെച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവരവിടെ നീറ്റ് പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് വന്നിരുന്നുകൊണ്ട് ഇവരവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവിടെ ഒരു മനുഷ്യൻ നിന്ന് പ്രസംഗിക്കുന്നുണ്ടോ, അത് കശ്മീരിൻ്റെ 370 തിരിച്ചു കൊണ്ടുവരണം. ഇതൊക്കെയാണ് അവരുടെ വിഷയം എന്ന് പറയുന്നത്. നീറ്റൊന്നും നമുക്കൊരു വിഷയമല്ല. വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് പ്ലേ ചെയ്ത് തരാം. 370 के प्रोटेक्शन जो हमें इस कॉन्स्टिट्यूशन ने दिए थे, आज मैं इस मंच से, जिसे आप मंच कहते हैं, सवाल करना चाहता हूं, क्या आपको कभी भी ये सोचने का मौका दिया गया? क्या आप ये सवाल करें कि क्या 370 पाकिस्तान के कॉन्स्टिट्यूशन ने दिया था या हिंदुस्तान के कॉन्स्टिट्यूशन ने दिया था? ये कॉन्स्टिट्यूशनल गारंटीज इस मुल्क की थी. कश्मीर जब कॉन्स्टिट्यूशनल गारंटीज की बात करता है, अपने मुल्क की कॉन्स्टिट्यूशन गारंटीज की बात करता है, किसी एक मुल्क के बारे में बात नहीं करता. आप खुशकिस्मत है कि आप बात कर पाते हैं. कश्मीर का जब बात करें तो उस पर UAPA लगाया जाता है, PSA लगाया जाता है, जेल में भरा जाता है. आप खुशकिस्मत है, आप खुशकिस्मत है, आप उस दर्द से नहीं गुजरते और हम नहीं चाहते कि आप उस दर्द से गुजरे, और हम नहीं चाहते कि आप उस दर्द से गुजरे. इसलिए जहां पे भी आप कॉन्स्टिट्यूशनल वैल्यूज की बात करते हैं, जस्टिस की बात करते हैं, प्रिंसिपल्स की बात करते हैं, चाहे कश्मीर हो चाहे कन्याकुमारी हो, जस्टिस के लिए, इक्वालिटी के लिए हम सभी एक हैं, हम सभी आपके साथ हैं. बस आपसे इतनी सी गुजारिश है, एक खिता है आपका. जिस तरह से पेपर्स लीक हुए हम सभी को दर्द हुआ, जिस तरह से अपॉर्चुनिटीज हमसे छीनी गई हम सभी को दर्द हुआ. इसी तरह से एक खिता है जिसकी अपॉर्चुनिटीज छीनी जाती है, जहाँ के जवानों के राइट छीने जाते हैं. वो जवान भी आपकी तरह, वो यूथ भी आपकी तरह आजाद जिंदगी गुजारना चाहते हैं कॉन्स्टिट्यूशन के गारंटी के अंदर. उनको भी अपनी जदोजहद में याद रखिए. उनको ये एहसास ना होने दे कि वो अकेले हैं. जहां तक कॉन्स्टिट्यूशन की बात है, फ्रीडम ऑफ जस्टिस एंड इक्वालिटी की बात है, आप भी वहां तक ये बात पहुंचाइए. वो जवान भी हमारी तरह इक्वल है और हम सब उनके साथ हैं. 20 जुलाई आप जब पार्लियामेंट की तरफ जाएंगे, आप अकेले नहीं होंगे, आप हजारों हैं. जिस तरह से आप पार्लियामेंट के बाहर हजारों हैं,
उसी तरह से आप यकीन जानिएगा इस जस्टिस की लड़ाई के लिए हम जैसे बहुत सारे हैं पार्लियामेंट के अंदर जो आपके साथ होंगे। बहुत बहुत शुक्रिया। ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ കശ്മീരിൻ്റെ 370 തിരിച്ചു കൊണ്ടുവരണം, പിന്നെ ഹിന്ദു ദേവി ദേവന്മാരെയൊക്കെ അധിക്ഷേപിക്കുക, പിന്നെ ആസാദി ഉണ്ടല്ലോ, തുക്കടെ തുക്കടെ ഗ്യാങ്, അതായത് നമ്മുടെ രാജ്യത്തിനെ പല കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുമെന്ന് പറയുന്ന ഗ്യാങ്ങുകളുടെ കൂട്ടായ്മ, ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അരിയാഹാരമാണല്ലോ നമ്മൾ കഴിയുന്ന, മാനായും മാരീചനായും ഇതൊക്കെ വരുമെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇടയിലാണ് നാളെ ദിവസം തന്നെ നമ്മുടെ ഒമർ അബ്ദുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട്, അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അത് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യത്തിന് നാളെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് എത്തുകയാണെന്നാണ് നമ്മുടെ കശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം വച്ച് കീച്ചിയിരിക്കുന്നത്. ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവിക്ക് വേണ്ടി നാഷണൽ കോൺഫറൻസ് ഡൽഹിയിലേക്ക് എന്നുള്ളൊരു റിപ്പോർട്ട് ഇന്ന് മാധ്യമം അടിച്ചിട്ടുണ്ട്. നാളെ എന്ന് പറയുന്ന ദിവസത്തിന് ഒരു കോയിൻസിഡൻസും ഇല്ല, കാരണം CJPയുടെ പ്രൊട്ടസ്റ്റ് നാളെയാണ്. അതിൻ്റെ ഇടയിൽ ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവിക്ക് വേണ്ടി ഞങ്ങളും വരികയാണ് എന്നവർ പറയുകയാണ്. അവരുടെ പരിപാടിയും നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ എന്നും ഇവരിങ്ങനെ പറയുന്നുണ്ട്. അതിനിടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ ഫോളോവേഴ്സ്, ബോട്ടാണെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ CJPയുടെ ആ പേജിൽ ഓരോ കമൻറ്റ് സെക്ഷനിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലവ് ഫ്രം ബംഗ്ലാദേശ്, ലവ് ഫ്രം പാകിസ്ഥാൻ എന്നിങ്ങനെയുള്ള പല കമൻറ്റ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ, ആ ഇൻഫ്ലുവൻസറിൻ്റെ പേര് അക്ഷയ് എന്നാണ്, ആ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ പോസ്റ്റിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് വന്ന ഒരു മെയിലിനെ കുറിച്ചാണ്. ആ മെയിൽ ഇങ്ങനെയാണ്: ഹേ അക്ഷയ്, വി ആർ കറൻ്റ്ലി റണ്ണിങ് എ സോഷ്യൽ മീഡിയ അവയർനെസ് campaign in support of Sonam Wangchuk's ongoing hunger strike and would like to explore a collaboration with you. അതായത് സോനം വാങ്ചുക്കിൻ്റെ ഈ ഹങ്കർ സ്ട്രൈക്ക് അറിഞ്ഞല്ലോ അക്ഷയ്, താങ്കളൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു കൊളാബറേഷന് നമുക്ക് താല്പര്യമുണ്ട്. ക്യാമ്പയിൻ ഡെലിവറബിൾസ്, 1 reel and 1 story highlighting the campaign message in according with the campaign brief that will be shared upon confirmation. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റീൽ ഇടുക, ഒരു സ്റ്റോറി ഇടുക. വി ആർ പ്ലീസ്ഡ് ടു ഓഫർ എ കൊളാബറേഷൻ ഫീ ഓഫ് 50,000 വിച്ച് വിൽ ബി പ്രൊസസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സക്സസ്ഫുൾ പബ്ലിക്കേഷൻ ഓഫ് ദ എഗ്രീഡ് ഡെലിവറബിൾസ്. അതായത് 50,000 രൂപ നമ്മൾ തരും. ഈ 50,000 രൂപ നമ്മൾ തരുന്നത് എന്തിനായിരിക്കും? ഈ കൊളാബറേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ 50,000 രൂപ ഞങ്ങൾ നിങ്ങൾക്ക് തരും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ്, കൈൻഡ്ലി ഷെയർ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് സോ ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് ദ കംപ്ലീറ്റ് ക്യാമ്പയിൻ ബ്രീഫ്സ്, ടൈം ലൈൻസ് ആൻഡ് അതർ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഇതാണ് അക്ഷയ് എന്ന് പറയുന്ന ഒരു കൊളാബറേറ്റർക്ക്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊലാബറേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ശേഷം ഇവൻ ഒരു സംഘിയാണ്, ഇവൻ സത്യം പറഞ്ഞാൽ സോനം വാങ്ചുക്കിൻ്റെ പ്രൊട്ടസ്റ്റിനെ തകർക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്ന ഒരുത്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാവുന്ന ഭാഷയിലല്ല സംസാരിക്കുന്നത്, AI ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാകും എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായിരുന്നാലും ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട ശേഷം സംഭവം എന്ന് പറഞ്ഞാൽ ഈ അക്ഷയ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള ഹേറ്റഡ് വരുന്നുണ്ട്. ഹേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലല്ല, 2 തരത്തിലല്ല, പല തരത്തിൽ. കാരണം ഇയാൾ ഒരു നാഷണലിസ്റ്റാണ്, അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്. കാരണം ഇത് ഫേക്കാണ്, ഇത് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഇയാൾ ഇത് സോനം വാങ്ചുക്കിനെ കരിവാരി തേക്കാനായിട്ട് പറയുകയാണ് എന്നാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പരിശോധിച്ച് കളയാം, ഇത് ഒരു ഫേക്ക് അലിഗേഷൻ ആണോ അല്ലയോ എന്നൊന്ന് പരിശോധിച്ച് കളയാം. കാരണം സോനം വാങ്ചുക്കിന് സോഷ്യൽ മീഡിയയിൽ ഇത്ര പിന്തുണ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഓർഗാനിക്കായിട്ട് വരുന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കർഷക സമരം വന്നപ്പോഴെല്ലാം അവിടെ ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന ഒരു പെണ്ണുമ്പിള്ള ഒരു കൊച്ചു പെണ്ണ്, അവർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കർഷക സമരത്തിനെ പിന്തുണയ്ക്കാനായിട്ട് വലിയ ടൂൾ കിറ്റുമൊക്കെ ആയിട്ട് വന്നു. ടൂൾ കിറ്റ് അവരറിയാതെ അവരുടെ കയ്യിൽ നിന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റായി പോയതാണ്. ആ ടൂൾ കിറ്റ് തുറന്നു നോക്കിയപ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ചെയ്താൽ അത് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള മെൻഷനിങ് അതിനകത്തുണ്ടായിരുന്നു. പോരാത്തതിന് ഇതിനെ ഫണ്ട് ചെയ്യുന്ന വേറൊരു ടൈപ്പ് ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി സോനം വാങ്ചുക്കിൻ്റെ കാര്യം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഞാനൊന്ന് പരിശോധിച്ച് നോക്കി സോനം വാങ്ചുക്ക് എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത്, എത്ര വലിയ പുള്ളിയാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ചുമ്മാ വെറുതെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് 2025 4 ഏപ്രിൽ സോഷ്യൽ മീഡിയ ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ആൻഡ് ആർബർ, അവിടെ സംഘടിപ്പിച്ച ഒരു സോഷ്യൽ മീഡിയ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് കോൺഫറൻസിൽ പോലും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ്, എങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. എൻ്റെ കയ്യിലതിരിപ്പുണ്ട്,
ഞാൻ വേണമെങ്കിൽ ഇത് ഇവിടെയും കാണിക്കാം. ഇതാണ് ആ സൈറ്റ് എന്ന് പറയുന്നത്. ആ സൈറ്റിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിലെ സ്പീക്കർമാരിൽ ആദ്യം തന്നെ കിടപ്പുണ്ട് സോനം വാങ്ചുക്. സോനം വാങ്ചുക്കാണ് ഇത് സംസാരിക്കാനായിട്ട് അവിടെ ചെന്നിരിക്കുന്നത്. ദ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ഈസ് ഹോസ്റ്റിംഗ് എ ഹൈബ്രിഡ് കോൺഫറൻസ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ April 4 to 5, 2025, featuring a host of speakers to discuss various ways in which social media is impacting contemporary life and democracy in India. The event is in its fifth iteration at the University of Michigan and is a premier venue for conversation around social media and society of India. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ സോനം വാങ്ചുക് സംസാരിക്കുന്നുണ്ട്. പോരാത്തത് ഇതിനകത്ത് അസീഫ ഫാത്തിമ സംസാരിക്കുന്നുണ്ട്, ബീയിങ് ഹ്യൂമൻ സറ്റയറിസ്റ്റ് സംസാരിക്കുന്നുണ്ട്, റിയ ചോപ്ര സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് ടോഡ് സ്റ്റുവാർട്ട് ഈവൻറ്റ് മാനേജറാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ. ഇതിൻ്റെ മറ്റൊരു ഓർഗനൈസർ ജോയോജീത് പാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിൽ. ഇതിൻ്റെ സ്പോൺസർമാർ, അതായത് സോനം വാങ്ചുക്കിനെ കൊണ്ട് സോഷ്യൽ മീഡിയ എങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സമ്മേളനത്തിൻ്റെ സ്പോൺസർമാർ സെൻറ്റർ ഫോർ സൗത്ത് ഏഷ്യ സ്റ്റഡീസ്, ഇയർ ഓഫ് ഡെമോക്രസി യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ, സ്കൂൾ ഓഫ് ഇൻഫർമേഷൻ, സെൻറ്റർ ഫോർ എത്തിക്സ് സൊസൈറ്റി ആൻഡ് കമ്പ്യൂട്ടിംഗ്, വെലാസെ ഹൗസ് ഫോർ ജേർണലിസ്റ്റ്, LSA ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ. ഇത്രയും ആൾക്കാരാണ് ഇതിൻ്റെ ഇവൻറ്റ് സ്പോൺസേഴ്സായിട്ട് വർത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊന്ന് ഫേമസ് ആക്കി തരണം, അതിന് ഞാൻ എന്തും തരും എന്നുള്ളതാണ് ഈ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ സോനം വാങ്ചുക്കിൻ്റെ ഈ പരിപാടി കത്തിക്കാനായിട്ട് ഇവർ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഡിജി വിസിൽ എന്ന് പറയുന്ന ഏജൻസിയുടെ കയ്യിലാണ്. രണ്ടാമത് മോങ്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഏജൻസിയുടെ കയ്യിലാണ്. മൂന്നാമത് സർക്യൂട്ട് ആർട്ടിസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഏജൻസിയുടെ കയ്യിലാണ്. ഡിജി വിസിലിൻ്റെ ഫൗണ്ടറും കീ കോൺട്രാക്റ്റും പ്രശാന്ത് എന്ന് പറയുന്ന ആൾക്കാണ്. മോങ്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഫൗണ്ടർ വിരാജ് ഷേത്ത് എന്ന് പറയുന്ന ആളാണ്. സർക്യൂട്ട് ആർട്ടിസ്റ്റ് നെറ്റ്വർക്ക് റൈഹാൻ ഷിദ്ദിഖ് ആൻഡ് കെവിൻ അബ്രഹാം തോമസ് എന്ന് പറയുന്ന ആൾക്കാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുമതല എന്ന് പറയുന്നത്. ഈ സംഭവങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ദ കണക്ഷൻ ബിറ്റ്വീൻ മോങ്ക് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് സെൻറ്റേഴ്സ് ഓഫ് എ കോർഡിനേറ്റഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ. Social media discussions allege that Monk Entertainment, alongside other digital agencies, helped mobilize creators to post content supporting Wangchuk's recent hunger strike and protest at Jantar Mantar എന്നാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. The protest, Sonam Wangchuk undertook an extended hunger strike in New Delhi, demanding constitutional safeguards and education reforms from Ladakh. ഇനി അതിൻ്റെ ഡിജിറ്റൽ ക്യാമ്പയിൻ എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? Critics and social media watchdogs claimed that a sudden surge of uniform sympathy and awareness posts across Instagram by various lifestyle and general creators was part of a managed PR push rather than an entirely spontaneous organic trend. അതായത് ഈ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസിങ്. ഡിജി വിസിലൊക്കെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഏജൻസികളാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഈ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് പണി നടത്തി കൈ തരും. ഇവർ ഇൻഫ്ലുവൻസർമാരെ കണ്ടെത്തി ഇവരെന്ത് ചെയ്യും? ഇൻഫ്ലുവൻസർമാർക്ക് കാശ് കൊടുത്ത് തന്നെ സോനം വാങ്ചുക്കിനെ കുറിച്ചുള്ള സിമ്പതി പോസ്റ്റുകൾ ഇടിയിക്കും. അങ്ങനെ സിമ്പതി പോസ്റ്റുകൾ ഇടിയിക്കാൻ സാധിക്കാത്ത വലിയ വലിയ ഇൻഫ്ലുവൻസർമാരുണ്ടല്ലോ, അവർക്ക് ഇവർ കാശ് കൊടുക്കും. നല്ല രീതിയിലുള്ള പൈസ ഇവർ ചെലുത്തും. അങ്ങനെ ചെലുത്തിയിട്ട് എന്ത് ചെയ്യും? ഇവർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യും. നമുക്കറിയാം, റിഹാന എന്ന് പറയുന്ന പാട്ടുകാരിയും മിയ ഖലീഫ എന്ന് പറയുന്ന പോൺ സ്റ്റാറുമെല്ലാം നമ്മുടെ കർഷക സമരത്തിന് എതിരെ ഒരു ട്വീറ്റ് ചെയ്യാനായിട്ട് കോടികളാണ് മേടിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ വാർത്തയൊക്കെ ആ സമയത്തെ പുറത്തു വന്നതാണ്. അതിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഏജൻസികളാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസികളാണ്. ഒന്ന് ഡിജി വിസിലാണ്, ഒന്ന് മറ്റൊരു ഏജൻസിയായിട്ടുള്ള മോങ്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്. ഈ രണ്ടെണ്ണമാണ് നടത്തുന്നത്. ഇനി സോനം വാങ്ചുക്കിന് വേണ്ടി അവരിത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കാണുന്ന സാധാരണ ജനങ്ങൾ എന്ത് വിചാരിക്കും? എത്രയധികം ആൾക്കാരാണ് ഇയാൾക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തുന്നത്. പക്ഷേ ഞാൻ അവരോട് പറയുകയാണ്, ഇത് കണ്ണി പൊടിയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാ ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. BJP ചെയ്യുന്നുണ്ട്, CPM ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടിന് തുരങ്കം വയ്ക്കാനായിട്ട് കുറേ എണ്ണം ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യകരം എന്ന് പറയുന്നത്. BJPക്ക് ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഫേമുണ്ട്, വാരാഹി എന്നാണ് അതിൻ്റെ പേര്. വാരാഹി എന്ന് പറയുന്ന ഫേം എന്ത് ചെയ്യും? BJPയുടെ കഥകളും BJPയുടെ വാഴ്ത്തുപാട്ടുകളും ഒക്കെ പ്രചരിപ്പിക്കാൻ എന്ത് ചെയ്യും? ഇതുപോലുള്ള ആൾക്കാരെ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരെ അവർ കണ്ടെത്തും. ഉള്ള ഇൻഫ്ലുവൻസർമാരുടെ
ഇതിൽ പോയി തട്ടിയിട്ട് അവർ വന്നില്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരെ അവർ കണ്ടെത്തി എന്ത് ചെയ്യും, അവരെ ഒരു ഫേസാക്കി വളർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇനി കോൺഗ്രസ്സിന് ഇതിന് ഒരു പ്രത്യേക ഫേമുണ്ട്, CPM-ന് ഇതിന് ഒരുപാട് ഫേമുകളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അല്ലാതെ ഓർഗാനിക്കായിട്ട് ഇത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോനം വാങ്ചുക്കിൻ്റെ കാര്യത്തിലും ഇതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലുള്ള സെലിബ്രിറ്റീസൊക്കെ പൈസ വാങ്ങിച്ചിട്ടല്ലേ എന്ന് നമുക്കൊന്നും അറിയില്ല. എന്തായാലും ഒരു റീൽ എടുക്കാൻ പോയിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കണമെങ്കിൽ തന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷങ്ങളാണ് ഓരോരുത്തന്മാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ, അതായത് സോനം വാങ്ചുക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ശരി.